സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കുടുംബം. സാധാരണ കേസായി ഇതിനെ കാണരുത്, തക്കതായ ശിക്ഷ ഉറപ്പാക്കണമെന്നും ദീപകിന്റെ കുടുംബം ആവശ്യപ്പെടുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ദീപകിന്റെ കുടുംബം ഇത് സംബന്ധിച്ച് കൃത്യമായ പരാതി നൽകിയിരിക്കുകയാണ്. പരാതിയിൽ അമ്മ ഇന്ന് ഞാൻ രാവിലെ തന്നെ അമ്മനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു ദീപകിൻ്റെ. അപ്പോൾ അമ്മനോട് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണേ, ഇങ്ങനെയൊക്കെ ഇതിൽ വന്നെന്നുള്ളത് അമ്മ പുറത്ത് പറയുന്നത് വേണ്ടെന്നുള്ളൊരു ഇതിൽ പറഞ്ഞു. അപ്പോൾ അത് പരിഹരിക്കാന്നുള്ളൊരു കാര്യമാണ് അമ്മയും പറഞ്ഞത്. അപ്പോൾ അതൊന്നും ആരും കേൾക്കാതെയാണ് ആളിത് ചെയ്തത്. അത് ഇവിടെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. കമ്മീഷണർ പറഞ്ഞ് വേണ്ട എല്ലാ നടപടിയും എടുക്കാൻ സ്വീകരിക്കാന്നുള്ളത് പറയണേ. ഞങ്ങളിപ്പോൾ മനുഷ്യാവകാശത്തിന് കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് കളക്ടർക്ക് കൊടുക്കാനുണ്ട്, DGPക്ക് ഉണ്ട്, ഇവർക്കൊക്കെ മന്ത്രിക്കുണ്ട്, എല്ലാവർക്കും ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്. കൊലക്കുറ്റം തന്നെ ചുമത്തണം. കൊലപാതകം തന്നെയാണല്ലോ ഇത് നടന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സംഗതി എന്താണെന്നുള്ളത്. നമുക്ക് പോണത് നമ്മളൊരു അഞ്ചനാണ്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണ് പോയത്. ആ അമ്മക്കും അച്ഛനും ആകെ ഒരു മോനാണുള്ളത്. ഒരവസ്ഥ നിങ്ങൾ കണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, എന്തായാലും ആ ഒരു കുടുംബത്തിന് ഈ ഒരു നഷ്ടം നികത്താനാകില്ല. എത്ര വില കൊടുത്താലും ഈ ഒരു നഷ്ടം നികത്താൻ സാധിക്കില്ല. എന്നിരുന്നാൽ കൂടിയും ഇവിടെ കൃത്യമായൊരു നീതി അവർക്ക് കിട്ടണം, ദീപകിന്റെ കുടുംബത്തിന് നീതി കിട്ടണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉറച്ചു പറയേണ്ടത്. ഒപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി, അത് മാതൃകാപരമായ നടപടിയായിരിക്കണം. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ള മാതൃക കൂടി നൽകുന്ന ഒരു നടപടി ഉണ്ടാകണമെന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, കേരള സമൂഹത്തിൽ ഇതിനോടകം തന്നെ ശക്തമായൊരു പ്രതിഷേധം കൂടി ഉടലെടുക്കുകയല്ലേ? തീർച്ചയായും വിഷ്ണു, അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ പോലീസ് കമ്മീഷണർ അടുത്തെത്തി കുടുംബം പരാതി നൽകുന്നത്. ഈ പരാതിയിൽ വ്യക്തമായി പറയുന്നത് ഇവർക്കെതിരെ കുലക്കറ്റം തന്നെ ചുമത്തണം, അത്രയ്ക്കും വലിയ നീചമായ പ്രവൃത്തിയാണ് ഇവർ ചെയ്തത് എന്നുള്ള തരത്തിലുള്ള പരാതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ പരാതി നൽകിയ ശേഷമാണ് കുടുംബം നമ്മളോട് സംസാരിച്ചത്. നമ്മളോടും അവർ പറഞ്ഞത് ഇത്തരത്തിലാണ്, ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ കൊലക്കുറ്റം തന്നെ ഇതിൽ ചുമത്തണമെന്നുള്ള ഒരു കാര്യമാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല, ചെറിയൊരു കേസായി ഇതിനെ ഒതുക്കരുത്, ഇത് കൃത്യമായി തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട്, കൃത്യമായ അന്വേഷണം നടത്തി ഇതിൽ കൃത്യമായ നടപടി എടുക്കണമെന്നും കുടുംബം പറയുന്നു. ഈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രമല്ല, മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം ആ കുടുംബം പരാതി നൽകുന്നുണ്ട്. ഒപ്പം മനുഷ്യാവകാശ സംഘടനയ്ക്കും ഇവർ പരാതി നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് മൊത്തത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് ഈ യുവതിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ യുവതി സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു പോസ്റ്റ് ഇടുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് ആളുകളൊക്കെ ഇത് കാണുന്നു. അതിന്റെ മനോവിഷമത്തെ തുടർന്ന് ഈ ദീപക് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ അത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ തന്നെയും ദീപക് അമ്മയോട് ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞത് സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്, സാരമില്ല, നമുക്കത് പരിഹരിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. മാത്രമല്ല, സുഹൃത്തുക്കളും അത്തരത്തിൽ തന്നെ ആ ദീപകിനോട് പറഞ്ഞിരുന്നു, പരിഹരിക്കാം, മറ്റു കാര്യങ്ങളിലേക്കൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതടക്കം ഈ കൂട്ടുകാരടക്കം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസമാണ് ഈ ദീപകിനെ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തുന്നത്, മുറിക്കുള്ളിൽ കണ്ടെത്തുന്നത്. എന്തിനാ തന്നെയും വലിയ ദാരുണമായ സംഭവമാണ്. ഈ യുവതി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൽ ഇതിനു മുൻപ് മത്സരിച്ച് ജയിച്ച ഒരു വ്യക്തിയാണ്, മെമ്പർ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഉയർന്ന നിലയിലൊക്കെ നിന്നിരുന്ന വ്യക്തിയാണ്, ഒരു മെമ്പർ ആയിരുന്ന വ്യക്തിയാണ്, മുസ്ലിം ലീഗിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്. കുടുംബം പറയുന്നതും ഒരു കാര്യം ഇതാണ്, ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇത്തരത്തിൽ അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് കുടുംബവും അതുപോലെ തന്നെ കൂട്ടുകാരും അടക്കമുള്ളവർ ചോദിക്കുന്നത്. സ്വാഭാവികമായും നടപടി ഈ വീഡിയോ എടുത്ത പോലീസിനെയോ അല്ലെങ്കിൽ മറ്റ് അധികൃതരെയോ കാണിക്കുക എന്നല്ലാതെ ഇത്തരത്തിൽ ദൃശ്യം പരത്തുന്നത് എന്തിനാണെന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായി ഉയർന്നു വരുന്നത്. ഈ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഇതിനെതിരെ വരികയും മുഖ്യമന്ത്രിക്കടക്കം പല കേസുകളായി പോവുകയും ചെയ്തിട്ടുണ്ട്. പല പരാതികൾ മുഖ്യമന്ത്രിക്കായി നൽകുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ഇതിനെതിരെ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. വിവിധ സ്ഥലത്തുള്ള അഡ്വക്കേറ്റ്സ്, വക്കീലന്മാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാ തന്നെയും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവം ഇല്ലാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലടക്കം സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഒരു സംഭവം വന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തരത്തിലേക്കൊന്നും പോകരുത് എന്നുള്ളത് തന്നെയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട്
ആരോപിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കോഴിക്കോട് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ യുവതിക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. യുവമോർച്ചയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കോപ്പുകൂട്ടുന്നുണ്ട്. അല്പസമയത്തിനകലെ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്താനാണ് സാധ്യത. കുടുംബം പറയുന്നത് ഇത്ര മാത്രമാണ്, തങ്ങൾക്ക് നീതി കിട്ടണം, എത്രയും പെട്ടെന്ന് ഇതിനെതിരെയുള്ള നടപടി വേണം, മാത്രമല്ല കൊലക്കുറ്റം തന്നെ ചുമത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു കേസാണ് എടുക്കേണ്ടത്. നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ്. അത്തരത്തിലുള്ള നടപടിയല്ല വേണ്ടത്. കൃത്യമായി തന്നെ അന്വേഷിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നടപടിയാണ് വേണ്ടത്. ഇവർ മാത്രമാണ് ഇയാളുടെ അല്ലെങ്കിൽ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദി എന്നുള്ളതാണ് പ്രധാനമായും കുടുംബം പറയുന്നത്. മറ്റു മനോവിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വിഷമം മാത്രമാണ് ഇത്തരത്തിൽ ദീപകിന് ഉണ്ടായിരുന്നത്. കാരണം ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കോ ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലോ ഇദ്ദേഹം പോയിട്ടില്ല. നാട്ടിലൊക്കെ വലിയ രീതിയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല തൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് കുടുംബം നോക്കിപ്പോരുന്ന ആളാണ്. അതായത് ഒരു മകനാണ് ഉള്ളത്. അമ്മയും അച്ഛനും ഒരു മകനും മാത്രം ജീവിച്ചിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു ദീപക് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. ഇനി ഈ കുടുംബത്തിന് ആരാണ് ഉള്ളതെന്നുള്ള ഒരു ചോദ്യം കൂടെ ഇവിടെ ഉയർന്നു വരികയാണ്. വിഷ്ണു, ശരി, അർജുനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.